മുഖ്യമന്ത്രിക്ക് ഇത് കഷ്ടകാലാണെന്ന് തോന്നുന്നു. അല്ല, ADGP RSS നേതാക്കളായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രിയുടെ ദൂതനായാണെന്നാണല്ലോ പ്രതിപക്ഷം പറയണത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ സ്പീക്കർ പറഞ്ഞു എന്തുട്ടാ, RSS പ്രധാനപ്പെട്ട സംഘടനയല്ലേ, അതുകൊണ്ട് ആ കൂടിക്കാഴ്ചയിൽ വിവാദമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്ന്. ഉന്നോ, ഇനി ഈ കുറ്റം ഞങ്ങളുടെ CM-ന്റെ തലയിൽ വരുമല്ലോ. എന്നാലും സ്പീക്കർക്ക് ഈ RSS ലവ് അതെന്ന് തുടങ്ങിയതാ? ADGP RSS നേതാവിനെ കണ്ടു എന്നുള്ള PV അൻവറിന്റെ ആരോപണത്തിൽ പാർട്ടിക്കകത്ത് അസ്വസ്ഥത പോകുകയാണ്. CPI ഒന്ന് പറയും, CPIM വേറെന്ന് പറയും. CPIയും ഒരേ കാര്യം പറയുമ്പോൾ അവിടെ മുഖ്യമന്ത്രി ഒറ്റപ്പെടും. അങ്ങനെ LDF ആകെ മൊത്തം ജഗ പോകാം. LDFിനകത്തൊരു അസ്വസ്ഥതയൊന്നുമില്ല. ഇത് സംബന്ധിച്ച് ഓരോ പാർട്ടിയും അവരുടെ നിലപാട് പറഞ്ഞതിൽ ഒരു തെറ്റൊന്നുമില്ല. ശരി, ഒരു പ്രശ്നമില്ലേ? നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ച്. ADGPനെ ക്രമസമാധാന ചുമതലയെന്ന് മാറ്റാത്തതിൽ CPIക്ക് നല്ല അതൃപ്തി ഉണ്ടല്ലോ. LDF യോഗത്തിൽ അത് അവർ പറയാനും പോവാണല്ലോ. നിങ്ങൾക്ക് അതൊരു പ്രശ്നമായിരിക്കില്ല അല്ലേ? സ്പീക്കർ പറഞ്ഞത് ഞാൻ വിട്ടുപോയി. നിങ്ങൾക്ക് എന്താ കാര്യം മനസ്സിലായില്ല? RSSനെ പറ്റി സ്പീക്കർക്കുള്ള കാഴ്ചപ്പാടൊക്കെ ആകെ മാറിപ്പോയിന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സുഹൃത്താണ് കൂട്ടിക്കൊണ്ടുപോയത്. അപ്പൊ അതിനകത്തൊന്നും വലിയ ഗൗരവമായി കാണേണ്ട കാര്യമൊന്നുമില്ല. അതെ, അതിനകത്തൊരു വലിയ ഗൗരവമായി കണ്ട. RSS ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടു. അതിനകത്ത് വലിയ അപാകത എന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ട ഇനി ADGPനെ പോലൊരാള് എന്തിനാണ് RSS നേതാക്കളെ കണ്ടതെന്ന് ഭരണപക്ഷത്തുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും ഒന്നും ചോദിക്കാൻ നിൽക്കണ്ടട്ടാ. RSS എന്നാൽ രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ്. ആ പ്രസ്ഥാനത്തിലെ നേതാക്കളെ ഇവിടുത്തെ ADGP ഇടയ്ക്കിടയ്ക്കൊന്ന് കണ്ടുവന്ന് വെച്ചിട്ട് അതൊന്നും അത്ര കാര്യമാക്കാനുള്ള കാര്യമല്ല. വലിയ സംഘടന അദ്ദേഹം പറയുന്ന സംഘടന മഹാത്മാഗാന്ധിയുടെ പദത്തിൻ്റെ പേരിൽ ഒരു കാലത്ത് ബാൻ ചെയ്യപ്പെട്ട സംഘടനയാണ് RSS. അതിന് ആ പ്രാധാന്യം അതിനുണ്ട്. ആ ഒരു പ്രാധാന്യം RSSനുണ്ട് ഇത്രേ. ശരി, അപ്പോൾ ആ പ്രാധാന്യമാണ് ഷംസീറേട്ടൻ ഉദ്ദേശിച്ച ഈ പ്രാധാന്യം എന്നല്ലേ പറഞ്ഞു വരണത്? പണ്ഡിതൻ തന്നെ. സന്തോഷായില്ലേ ഷംസീറേട്ടാ? ചിരിക്കണ്ട. ഷംസീറിന് അതുപോലെ ഓർമ്മയില്ലേ എന്ന് വിചാരിച്ച് മൂപ്പര് നിങ്ങൾ അതൊക്കെ ഓർമ്മപ്പെടുത്തിയതാണ്. ഷംസീറിനെ പോലെയുള്ള ഒരാൾ ആ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു. ആ പ്രസ്താവന ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. EP ജയരാജൻ BJP നേതാക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ അതാർക്കും പ്രശ്നമില്ല. അവരുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട RSS പ്രധാന പാർട്ടി എന്ന് ഞങ്ങളുടെ ഷംസീറേട്ടൻ ഒന്ന് പറഞ്ഞു പോയതാണ് ഇത്രയും വലിയ പ്രശ്നമായത്. തലവേദനയ്ക്ക് മേൽ തലവേദനയായി ഷംസീറേട്ടന്റെ RSS പുകഴ്ത്തല് അങ്ങനെ മാറി. പാവമ്മയുടെ കോമ്രേഡ്സ് അടുത്ത തലവേദനയിൽ ന്യായീകരണം നടത്താൻ ഒരു പാടുപെടുകയാണ്. സ്പീക്കർ അദ്ദേഹം ഒരു സ്വതന്ത്ര പദവിയാണ്. സ്പീക്കർ അദ്ദേഹം സ്വതന്ത്രമായ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചൊരു പ്രതികരണം നടത്താൻ ഞാനില്ല. അത് ശരിയല്ല. സ്പീക്കർ എന്ന് പറഞ്ഞ സ്വതന്ത്ര പദവിയാണല്ലോ. സ്വതന്ത്ര പദവിയിലിരിക്കുമ്പോൾ സ്വതന്ത്രമായി എന്തും പറയാലോ. ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കൈ കടത്തരുതല്ലോ എന്ന്. സ്വന്തം മുന്നണിയിലെ ഒരാള് അറിയാതെങ്കിലും ഒരു തെറ്റായ പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തണം എന്ന് പോലും പറയാതെ ഈ ഉരുണ്ട് കളിക്കുന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഗംഭീരട്ടാ. നിങ്ങൾ ശരിക്കും LDF കൺവീനർ എന്നെ സമ്മതിച്ചു. അല്ലെങ്കിലും തിരുത്തണമെന്ന് നമ്മളെങ്ങനെയല്ലേ പറയാ? കോമ്രേഡ്സിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരിക്കുമല്ലോ, അതാവുമല്ലോ തിരുത്താത്തത് അല്ലേ ബാലഗോപാലേട്ടാ? സ്പീക്കർ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല. പറഞ്ഞു GST കൗൺസിലിനകത്ത് രാവിലെ കയറിയിട്ട് മീറ്റിംഗ് അങ്ങ് നീണ്ടുപോയി. അപ്പൊ അതെനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നതിൽ അത്ര എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ അതിനകത്ത് ഇരിക്കുകയായിരുന്നു. അശ്യോ പാവം. കോമ്രേഡ്സ് തന്നെ ഞെട്ടിത്തരിച്ച ഒരു പ്രസ്താവന നമ്മുടെ സ്പീക്കർ നടത്തിയിട്ടും പാവം ബാലഗോപാലേട്ടൻ അതൊന്നും കേട്ടിട്ടില്ല അത്രേ. അല്ലെങ്കിൽ ഈയിടെയായിട്ട് നമ്മുടെ കോമ്രേഡ്സിനൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇപ്പം മുഖ്യമന്ത്രിയുടെ കാര്യം തന്നെ ഒന്ന് നോക്കിയേ. ഈ കണ്ട കോലാഹലമൊക്കെ ഇവിടെ ഉണ്ടായിട്ട് മുഖ്യമന്ത്രി എന്തെങ്കിലും ഇതുവരെ മിണ്ടിയോ? ഇല്ലല്ലോ. അതാണ് പറഞ്ഞത്. പാവം മുഖ്യമന്ത്രിക്കും ഒന്നും കാണാനും കേൾക്കാനും ഒന്നും പറ്റുണ്ടാവില്ല. പാവം. ഏതായാലും BJP CPM അന്തർധാര ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു. ഇനി CPM എന്തെല്ലാം കസർത്ത് കാണിച്ചാലും ശരി, ഈ ഒരു പാവക്കറ അത് പിണറായിയുടെ കയ്യിൽ നിന്ന് എത്ര തേച്ച് മാച്ച് കളഞ്ഞാലും അത് പോയില്ല. എന്തേ ഷംസീറേട്ടൻ, എന്തേ പാർട്ടിക്ക് ഇങ്ങനെ പണി കൊടുത്തിട്ട് ഒളിച്ചിരിക്കാണോ കൊച്ചു ഗള്ളൻ?
ഒളിച്ചിരിക്കുന്നല്ല, ഷംസീറേട്ടൻ പ്രതികരണം നടത്താൻ വരുന്നുണ്ട്. ഒറ്റ വ്യത്യാസമുള്ളൂ, പാർട്ടിയിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഇനി നിലപാട് ചെറുതായി ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. സോറി ഇനി പറച്ചില്ല, ഒന്നും പറയാൻ പറ്റില്ല, പറഞ്ഞു കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, ഇനി പറച്ചില്ല. RSSനുള്ള സമീപനം എന്താണ്, RSSനുള്ള സമീപനം നിങ്ങൾക്ക് അറിയുന്നല്ലേ? RSSന് പാവ ഷംസീറേട്ടനോടുള്ള സമീപനം എന്താന്ന് എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ. അപ്പൊ പിന്നെ നമ്മള് ഷംസീറേട്ടനെ വിമർശിക്കാൻ പാടുണ്ടോ? എന്നാലും മിനിറ്റിന് ഇങ്ങനെ നിലപാട് മാറ്റാൻ എങ്ങനെയാ പറ്റണല്ലേ? അതൊക്കെ ഒരു അപൂർവ കഴിവാണ് കേട്ടോ. ഇതൊക്കെ എന്ത് RSS പ്രധാന സംഘടനയാണ് എന്ന സ്പീക്കർ AN ഷംസീറിന്റെ പ്രസ്താവനയ്ക്കെതിരെ ആഞ്ഞടിക്കാൻ കോമ്രേഡ്സിന് വലിയ ഉഷാറൊന്നുമില്ലെങ്കിലും പ്രതിപക്ഷത്തിന് ആ കാര്യത്തിൽ ശക്തമായ എതിർപ്പുണ്ട് കേട്ടോ. അവർ ആ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. RSSനെ കുറിച്ച് എന്താ പറഞ്ഞത് സ്പീക്കർ? നിങ്ങളെല്ലാം കണ്ടില്ലേ എന്താ പറഞ്ഞത്? അതെത്ര അത് ചെറിയ വലിയ പ്രശ്നമല്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ പ്രശ്നമല്ല, കാരണം RSSന്റെ എല്ലാ സഹായങ്ങളും വാങ്ങിയിട്ടാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അല്ല സുധാകരൻജി, പ്രതിപക്ഷ നേതാവിന്റെ ഇങ്ങനെ ഒരു വിഷയം കിട്ടുമ്പോ ഇതൊക്കെ ആളി കത്തിക്കാൻ മുന്നിൽ നിൽക്കേണ്ടത് മൂപ്പരല്ലേ? ഓ, സതീശേട്ടനും ഈ കാര്യത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലേ? പിന്നെ അല്ലാണ്ട് RSSന്റെ പരിപാടികളിൽ ഇടയ്ക്കിടയ്ക്ക് പോയി പങ്കെടുക്കുന്നതും ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് വെച്ച് തെളിയിക്കുകയും ചെയ്യുന്ന ഈ സതീശേട്ടന് ഈ വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാത്തത് സ്വാഭാവികമാണല്ലോ. പിണറായി വിജയനെതിരെ ഒരു കേന്ദ്ര സർക്കാർ ഒന്ന് ചെറുപേരിൽ അണക്കിയാൽ രാജിവെച്ച് പുറത്തു പോകേണ്ടി വരില്ല. അദ്ദേഹം എത്ര കേസുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ, എത്ര പരാതികളുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ. ഏതെങ്കിലും ഒരു പരാതിയുടെ പേരിൽ കേസെടുക്കാൻ എന്തുകൊണ്ട് BJP സർക്കാർ തയ്യാറാകുന്നില്ല? അല്ല സുധാകരൻജി, വേറൊരു സംശയം ചോദിക്കട്ടെ. നിങ്ങൾ ഈ പറയണ RSS ശാഖകൾ സംരക്ഷിക്കാൻ വേണ്ടി ആളെ വിട്ടുകൊടുത്തിട്ടില്ലേ നിങ്ങള്? അത് നിങ്ങൾ തന്നെയല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അന്ന് പറഞ്ഞതും ഇപ്പൊ പറയണതും തമ്മിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അത് ആ ഘട്ടത്തിലല്ല, നിങ്ങൾ അത് ഇതും കൂട്ടി പറയുന്ന കാര്യമില്ല. അതിനൊരു പ്രത്യേക സാഹചര്യം അവിടെ ഉണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പ് ചില കുട്ടികളെ സംരക്ഷിക്കാനാണ്, കുട്ടികൾക്ക് തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടി എടുത്ത നടപടിയാണ് ഞാനത്. അതൊന്നും രാഷ്ട്രീയത്തിന്റെ തത്വശാസ്ത്രവും അല്ല. അത് പറഞ്ഞ് എന്നെ കൊടുക്കാനൊന്നും നോക്കണ്ട, മനസ്സിലായില്ലേ? അതവിടെ വെച്ചേ. പാവങ്ങള് ന്യായീകരിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ. RSSന് സ്പീക്കർ പൊക്കി പറഞ്ഞ പോലെ ഇനി എന്തെല്ലാം നമുക്ക് കാണും കേൾക്കാൻ വരേണ്ടി വരും എന്തോ. ഓരോ സാഹചര്യങ്ങളല്ലേ മനുഷ്യന്മാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുക. കലികാലം അല്ലാണ്ട് എന്താ പറയാ. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.